ഹലോ ഗായ്സ്, എല്ലാവർക്കും മോൺസ്റ്റർ ബോയ്സിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ചെറിയൊരു വീട് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ അനിയത്തി മേടിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ നോക്കോ, നമ്മളിന്ന് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇനി നേരെ ഒന്ന് അൺബോക്സിങ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചാൽ കാണാൻ പറ്റില്ല. നമുക്ക് ഇനി വൈഡായിട്ട് പിടിക്കാം കേട്ടോ. വൈഡായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ അനിയത്തിൻ്റെ മൊബൈൽ കൊടുക്കാം. തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വിളിക്കോട്ടല്ല. നമ്മളിത് എന്ത് ഓർഡർ ചെയ്യുന്നത് എഴുതിയിട്ട് നോക്കട്ടെ കേട്ടോ. ഡോൾ ഹൗസ് എന്നാണ് എഴുതിയേക്കണേ. ആയിരിക്കും നോക്കാം. എന്തൊരു വലിയ മാറ്റ് ഉണ്ട് ഗൈസ്. ഇതാണ് തോന്നുന്നു നമുക്ക് വീടായിട്ട് തോന്നണത് ഗൈസ്. ആണ് ഗൈസ്, ഇവിടെ ഒരു ജനാലയുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്, ചെറുത്. എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണീട്ട് പറയാം കേട്ടോ. ഒരു സ്ഥലം ഒരു മിനിറ്റ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാൻ കഴിയുമ്പോഴാണ് ഇതിനകത്ത് നിങ്ങൾ ഈ ഇതൊന്ന് മേടിച്ച് നോക്കും. നിങ്ങൾ ഇതിൻ്റെ ഒന്ന് പ്രൈസ് ഒന്ന് ഗസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഓർഡർ കൂടി ഉണ്ട്. നമുക്ക് ആ പറഞ്ഞതൊക്കെ പിന്നെ എടുക്കാം. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, അതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതാണ് ഇതൊരു വലിയ പൈപ്പാണ്. ഇത് ചെറിയ പൈപ്പും ഇതെനിക്ക് തോന്നുന്നത് പീസ് പൈപ്പ് മുറിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് റബ്ബർ ബാൻഡിലും ഇത് ഈ ഓട്ടേക്കൂടെ വരുന്നുണ്ട്. നല്ല രസം. ഞാൻ എടുത്തപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടേക്കൂടെ വന്നു. പൈപ്പ് ഒന്നും ഒന്നുമില്ല. ഇതുണ്ടോ എന്തോ ഉണ്ട് പാക്കറ്റ് ഉണ്ട്. കുടുങ്ങിയിരിക്കാം. ഒന്നെടുക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ഇത് എടുത്തിട്ട് കൈ വെച്ച് കാണിച്ചു തരാം. നല്ല കളർഫുള്ളാണ്ടോ, നല്ല കളർഫുള്ളാണ്ടോ. ഇതിണ്ടോ കൊറേ ഉണ്ട്. ഇത് നേരെ ഉള്ളതാണ്. എന്തൊരു പൈപ്പാണ് കേട്ടോ. ഇതെന്തൊരു പൈപ്പാണ്. നല്ല രസം. ഇതൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ഒന്ന് നേരെയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതൊരു 4 ഉണ്ട്. നേരെയുള്ള പൈപ്പ് 1 2 3 4 ഉണ്ട്. ഗ്രീൻ 1 2 3 4. ഇതൊരു 4 ഉണ്ട്. 1 2 3 4 5 6 ഉണ്ട്. ഇതിൽ 3 കുത്താൻ പറ്റും. 3 കുത്താൻ കഴിഞ്ഞാൽ തോന്നുന്നു ഇതൊരു വളഞ്ഞിരിക്കണം. ഇതൊരു ബെൻഡ് കുറവും. ഇത് നന്നായിട്ട് എൽബോ പോലെ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു 3 ഇത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി പഠിച്ചു കേട്ടോ. 5 മിനിറ്റ് ഇതൊന്ന് പഠിക്കായിരുന്നു. ഫസ്റ്റ് ഈ പൈലറ്റ് റിബൺ കെട്ടിയത് ഊരാനൊരു 5 മിനിറ്റ് അല്ല ഗൈസ്, 2 മിനിറ്റ് കൊണ്ട് എല്ലാം നോക്കി എല്ലാരും കണ്ടുപിടിച്ചു കേട്ടോ. ഈ പൈപ്പില്ലേ ഇത് ഞാൻ പഠിച്ചു ഗൈസ്. ഇത് നമ്മളെന്താ ചെയ്യണമെന്ന് അറിയോ? ഇത് ഇതിനേക്കാളും വലിയ നീളം കൂട്ടാൻ പറ്റും. ഈ വലിയ സാധനമില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചു എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാം. നല്ല ടൈറ്റാക്കി കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനം കൊണ്ടോ ഇതിങ്ങനെ ആക്കാം ഗൈസ്. ഞാൻ ഇതുപോലത്തെ ഉണ്ടല്ലോ ഒരു 2 3 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കാം. നമുക്കിതുപോലത്തെ ഒരു 4 ഉണ്ടാക്കണം ഗൈസ്. നമ്മൾ ഒരു 4 ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതുപോലത്തെ നമ്മൾ ഒരു 4 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്പേസ് വേണം, നല്ല ചീറ്റുള്ള സാധനമാണ്. ആദ്യം നമുക്ക് ഇതുപോലെ വരാൻ പറ്റും. നീട്ടി കാണിച്ചു കൊടുത്തേ കണ്ടിങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെക്കണം.
ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു വലിയത് ഒരെണ്ണം തന്നിട്ടുണ്ടായി വലുത് ഇങ്ങനത്തെ വലുത് അതിനകത്തുനിന്ന് ഒരെണ്ണം ഊരി എടുത്തിട്ട് ഇങ്ങനത്തെ ഈ സാധനം കണ്ട ഇത് നമ്മളിങ്ങനെ വെക്കണം ഇതിങ്ങനെ വെച്ചിട്ട് ഇതുപോലത്തെ ഇപ്പുറത്തും ഇങ്ങനത്തെ ഒരെണ്ണം വെക്കണം നല്ലോണം ടൈറ്റ് ആവുകൊണ്ട് കയറാൻ ചൂടുക്കത്ത് പാടുണ്ട് കുഴപ്പമില്ല ഓക്കെ ഇതുപോലെ ആയിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം ഗൈസ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഊതല സെറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് അറിയില്ല തെറ്റിപ്പോകാൻ അറിയില്ല നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഫിറ്റ് ചെയ്ത സാധനത്തിലേക്കാണ് തോന്നുന്നു ഇങ്ങനെ വെക്കണ്ടേ അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടത് അതെ ഓക്കെ നമുക്ക് എന്തായാലും ഒരു ഊഹമായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട് ആംഗിൾ ഇതും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്ത ചെറിയൊരു സ്ക്വയർ ബാഗ് അയ്യോ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കി ഒരെണ്ണം കൂടി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഓ മൈ ഗോഡ് ദേ പീസസ് അപ്പൊ ഗായ്സ് ഇത്രയും നീട്ടുണ്ടെന്ന് മനസ്സിലായി വീടിന് ഓ മൈ ഗോഡ് ഈ ബെഞ്ചുകളൊക്കെ പോവാണ് തോന്നുന്നുണ്ട് ഈ ബെഞ്ചുകൾ ഇങ്ങനെയെങ്കിലും ഒരു മിസ്സായി പോയപ്പോൾ കാണും അപ്പൊ നിങ്ങളിത് കണ്ടില്ലേ ഇതിന്റെ ഒപ്പം തന്നെ ഒരു 4 എണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു അനുസരിച്ചാണെങ്കിൽ ഇത് ഇവിടെ 4 സൈഡ് വയ്ക്കാനാണ് 4 സൈഡ് വയ്ക്കാനുള്ളത് നമുക്കിത് 4 സൈഡിലും ഈ കോലൊന്ന് കുത്താക്കാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കയറുന്ന ഇനി പണി തുടങ്ങാൻ പോവാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാം ഈ 4 എണ്ണവും ഗായ്സ് അപ്പൊ ഇത് ഈ ഒരു ഹൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഹൈറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു ഹൈറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ചെറിയ കോലാണ് ആവശ്യം അപ്പൊ നമുക്ക് ഇനി ചെറിയ കോല എടുത്തു കൊടുക്കാം ഇത് ഇങ്ങനെ കണ്ടാണ് അയ്യോ ഇതെങ്ങനെയായിരുന്നു അപ്പൊ ഇവിടെ എന്തോ ഒരു ബെഞ്ച് ഉണ്ട് ഗൈസ് ഇതുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചായിരുന്നു നമുക്ക് ഈ വലിയ കോല ഇതാണ് ഒന്ന് ഇവിടേക്ക് ആണ് ഗൈസ് ഇത് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം ഇത് ഇങ്ങനെയല്ല ഗൈസ് ഒരു പച്ച ബെഞ്ച് ഉണ്ടായല്ലോ ഇങ്ങനെ എങ്ങനെയാണ് ഗൈസ് കുത്തി നോക്കാം ഇങ്ങനെ തന്നെയാണ് ഗൈസ് ഇങ്ങനെ തന്നെയാണ് ഗൈസ് മേളിലേക്ക് ബെഞ്ച് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ചെറുതാക്കി ചെരിച്ചിട്ട് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിച്ചു കൊടുക്കണം ചെരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ കുത്തണം ഇങ്ങനെ അങ്ങോട്ട് കുത്തണം നമ്മൾക്ക് ഇനി ഇത് കുത്തി കൊടുക്കാം ഇത് കുത്താൻ കൊടുക്കുന്ന പാടായിസ് ഭയങ്കര ടൈറ്റാ ഗൈസ് അപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട് ചെറിയൊരു ബോർഡർ ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ് ഈ കമ്പി അപ്പൊ ഇതുപോലെ തന്നെ അത് വെക്കാനാന്ന് ഞാൻ വിചാരിക്കണം ഇതും കൂടി ഒന്ന് വെച്ചിട്ട് കാണാം കേട്ടോ ഗൈസ് നമ്മൾ അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതും കൂടി വെച്ചെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനിയുള്ളത് ചെറിയതാണ് വലുതില്ല അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഒരെണ്ണം കൂടി ഉണ്ട് ഈ സാധനം ഇതാണ് തോന്നുന്നു ഗൈസ് അപ്പൊ പിന്നെ ഇത് 2 കൊടുക്കാം ഒരെണ്ണം കൊടുക്കാം 2 കൊടുക്കണം ഒരു മിനിറ്റ് ഗൈസ് ഒന്ന് ഓർത്ത് നോക്കട്ടെ ഇത് ഇങ്ങനെ തന്നെ ഗൈസ് ഇങ്ങനെ തന്നെ കേട്ടോ വരണ്ടേ കണ്ട ഇത്ര ഹൈറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി 2 എണ്ണം ബാക്കി ഗൈസ് അപ്പൊ ഇത് കൃത്യമാണ് എല്ലാവരും ഇനി 2 എണ്ണം ബാക്കിയുണ്ട് 2 എണ്ണം എൻ്റെ കയ്യിലും ഉണ്ട് ഇനി ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനുള്ളിൽ കയറും ഒക്കെ തൊടാം ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ് ഇത് ഫിറ്റ് ചെയ്ത മോൾ ഭാഗം എന്തോ ഒരു പ്രത്യേക ഒരു വീടിൻ്റെ ഷേപ്പായി അപ്പൊ മോൾ ഭാഗം ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ആക്കേണ്ടതാന്ന് തോന്നണം അപ്പൊ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കേട്ടോ ഇത് വായ് തന്നെയാണ് ഈ കോലും കൊച്ചു കൊടുക്കാം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നോട്ട് ഫിറ്റ് ഇനിയൊന്നുമില്ല ഇത് തന്നെയാണ് നമ്മുടെ വീടിന്റെ ഒരു
സംഭവം ഒരു ഇത്രയുള്ള ഒരു വീടാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എനിക്കിരിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ സാധനം ഒന്ന് നിവർത്തി നോക്കാം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വീടൊന്ന് മാറ്റി വെച്ചിട്ട് കാണാം. ഗൈസ് ഇതാട്ടോ അങ്ങനെ ഒന്ന് നിവർത്താം. ഇത് മറ്റേ തുണിയുടെ മെറ്റീരിയലാ. ഇങ്ങനെയായിട്ട് വരാം. ഗൈസ് നമുക്ക് ഇങ്ങനെ ചാരിച്ച വീട് എടുക്കാം. വീടിന്റെ ബോൺ മാത്രമേ ഉള്ളൂ. വീടാണ് വീടിന്റെ ബോൺ എല്ല് മാത്രമേ ഉള്ളൂ. വീടിന്റെ ബോഡി ഇതിന് മേളിൽ കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. ഗൈസ് ഞാൻ ഇതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തേക്കൊക്കെ. ഇനി അതിന്റെ അടിയിൽ കുറച്ച് പരിപാടികൾ നമുക്ക് ഇനി ഉള്ളിൽ കയറാം കേട്ടോ. ഉള്ളിൽ നിന്ന് ഒരു നല്ലൊരു വ്യൂ ആണ്, വലിയ സീനൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ക്ലിപ്പിംഗ് പരിപാടികളുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് വലിച്ചു കൊടുക്കണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കണം. ഇവിടെ കാര്യങ്ങളൊന്നും വെച്ചു കൊടുക്കണം, ഇതിൻ്റെ ഒരു മൂല വെച്ച് കൊടുക്കണം. ഇവിടെ ക്ലിപ്പിംഗ് പ്രൊസീജിയർ ഉണ്ട്. 4 സൈഡും നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യണം. അതിങ്ങനെ പൊക്കണ സമയത്ത് ഊരി പോകാണ്ടിരിക്കാനാന്ന് തോന്നുന്നു. ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് കീറി പോകാൻ നോക്കണം ഗൈസ്. ഗൈസ് അത് കാണാൻ വേണ്ടി നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കട്ടത്. കണ്ടു ഇവിടെ ഒരു വെട്ടം ഇത് ആക്കി കൊടുക്കാം. ഇവിടെ ആക്കി കൊടുക്കാം. ഇവിടെ ആവാൻ ചുറ്റി ഇവിടെ ആവണം. ഓക്കെ ഗൈസ് കണ്ടോ ആയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു വീടാണെന്ന് നോക്കിക്കോ. ഇതിൻ്റെ ഇത് കണ്ടു, ഞാൻ പറഞ്ഞില്ല ഒരു മെറ്റീരിയലാണിത്. കണ്ടോ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്ന ജോയിൻസ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കണ്ടോ അതെ ഇത്രയും ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. ഇങ്ങനെ വളയണമൊന്നുമില്ല, അധികം വളയൊന്നുമില്ല. കണ്ടോ ഇത് നമ്മൾ ഇതൊന്നും വളയില്ലട്ടോ. കണ്ടോ ഈ ജോയിൻ ചെയ്താൽ മാത്രം വളയുള്ളൂ. ടയർ കൂടി ഞങ്ങൾക്ക് സസ്പെൻഷൻ, നല്ല സസ്പെൻഷൻ ഉണ്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു വീടാണ്. പുറം ഭാഗം ഇങ്ങനെ കേട്ടോ, ഫ്രണ്ട് കൃത്യം നല്ലതാണ് വീട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് നിങ്ങളൊന്ന് ഗസ് ചെയ്യട്ടോ. നല്ലൊരു വീടാണ്, നിങ്ങളൊന്ന് മേടിച്ച് നോക്ക്. ഡോൾ ഹൗസ് അത്യാവശ്യം നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടാട്ടോ. കുഴപ്പമൊന്നുമില്ല. എൻ്റെ സെറ്റിങ് ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു സെറ്റിങ്ങുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് മോൺസ്റ്റർ ബോയ്സ് പിന്നെയും വരും. അതുവരെ ബായ്.